അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റിയാദുസ്സാലിഹീൻ ക്ലാസ് 63. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 63ാമത്തെ ക്ലാസ്സാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അടുത്ത ഹദീസ് അൻ അബിൽ വലീദ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, ബായഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല സമഇ വത്വാഅതി ഫിൽ ഉസ്രി വൽ യുസ്രി വൽ മൻഷത്തി വൽ മക്റഹി. ബായഅന, ഞങ്ങൾ ഉടമ്പടി ചെയ്തു. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു, ഉടമ്പടി ചെയ്തു. എന്തിന്റെ മേൽ? അല സമഇ വത്വാഅ, ഞങ്ങൾ കേട്ട് അനുസരിക്കാം എന്നതിന്റെ മേൽ. എപ്പോൾ? ഫിൽ ഉസ്രി വൽ യുസ്രി, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും, പ്രയാസമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും ഐശ്വര്യമുള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ കേട്ട് അനുസരിക്കാം എന്നതിന്റെ പേരിൽ ഞങ്ങൾ നബി തങ്ങളോട് ബൈഅത്ത് ചെയ്തു. വൽ മൻഷത്തി വൽ മക്റഹി, സന്തോഷത്തിലും സന്താപത്തിലും ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് നബി തങ്ങളോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. പിന്നെയോ വഅല അസറത്തിൻ അലൈന, ഞങ്ങളുടെ മേൽ മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിലും ഞങ്ങൾ അവർക്ക് അനുസരിച്ചു കൊള്ളാം എന്ന് ബൈഅത്ത് ചെയ്തു. അതെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഞങ്ങൾക്ക് തരാതെ മറ്റൊരാൾക്ക് മുൻതൂക്കം നൽകി മറ്റൊരാളെ തെരഞ്ഞെടുത്താലും ഞങ്ങൾ അവർക്ക് അനുസരിച്ചു കൊള്ളാം എന്ന് നബി തങ്ങളോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. വഅല അല്ലാ നുനാസിയൽ അംറ അഹ്ലഹു, അതേ പ്രകാരം തന്നെ ഭരണകാര്യത്തിൽ ഞങ്ങൾ തർക്കിക്കുകയില്ല. ആരോട്? ഭരണം നടത്തുന്നവരോട് ഭരണകാര്യത്തിൽ ഞങ്ങൾ തർക്കിക്കുകയില്ല എന്നതിന്റെ മേലും ബൈഅത്ത് ചെയ്തു. എപ്പോഴൊഴികെ ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹൻ ഇൻദകും മിനല്ലാഹി തആല ഫീഹി ബുർഹാനുൻ. ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹൻ ഇൻദകും, വ്യക്തമായ കുഫ്ർ കണ്ടാലൊഴികെ. ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹൻ, ബവാഹ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ കുഫ്ർ. ഇൻദകും മിനല്ലാഹി തആല ഫീഹി ബുർഹാനുൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കുഫ്റാണത് എന്നതിന്റെ മേൽ വ്യക്തമായ തെളിവുണ്ട്. അങ്ങനത്തെ കുഫ്ർ കണ്ടാലൊഴികെ. അപ്പം അങ്ങനത്തെ കുഫർ കണ്ടാൽ ഞങ്ങൾ എതിർക്കും. അങ്ങനെയല്ലാതെ ഞങ്ങൾ എന്താക്കൂല, തർക്കിക്കുകയൊന്നുമില്ല എന്നതിന്റെ മേലും ബൈഅത്ത് ചെയ്തു. പിന്നെയോ വഅല അൻ നഖൂല ബിൽ ഹഖി ഐനമാ കുന്ന ലാ നഖാഫു ഫില്ലാഹി ലൗമത ലായിമിൻ. അതേ പ്രകാരം തന്നെ ഞങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിന്റെ കാര്യത്തിൽ ആരുടെയും ആക്ഷേപം ഞങ്ങൾ ഭയപ്പെടുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണോ അത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. അത് വഅല നഖൂല ബിൽ ഹഖി, ഹഖ് യാഥാർത്ഥ്യം ഞങ്ങൾ പറയും, ഹഖ് നമ്മൾ പറയും. അതിന്റെ മേൽ ബൈഅത്ത് ചെയ്യും. ഐനമാ കുന്ന, എവിടെയായാലും. ലാ നഖാഫു ഫില്ലാഹി ലൗമത ലായിമിൻ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ആരുടെയും ആക്ഷേപം ഞങ്ങൾ എന്താക്കുന്നില്ല, ഭയപ്പെടുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നബി തങ്ങളോട് ബൈഅത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുത്തഫഖുൻ അലൈഹി, ഇത് ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. അടുത്ത ഹദീസ് അനി നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുൽ ഖായിമി ഫീ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫീഹാ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവന്റെയും അതുപോലെ ആ വിധിവിലക്കുകൾ ലംഘിക്കുന്നവന്റെയും ഉദാഹരണം, അവർക്കുള്ള ഉദാഹരണം പറയുകയാണ്. കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീനത്തിൻ ഫസാറ ബഅലുഹും അലാഹാ വ ബഅലുഹും അസ്ഫലഹാ. അവരുടെ ഉദാഹരണം, നറുക്കെടുപ്പിലൂടെ കപ്പലിന്റെ മുകൾ തട്ട് താഴെ തട്ട്, അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി നറുക്കെടുപ്പിലൂടെ കിട്ടിയതാ. കുറച്ചാള് കപ്പലിന്റെ മുകൾ തട്ടിലും കുറച്ചാള് താഴെ തട്ടിലും, അങ്ങനെയുള്ള ജനങ്ങളെ പോലെയാണ്. അപ്പൊ എന്താ പറഞ്ഞ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവന്റെയും അത് ലംഘിക്കുന്നവന്റെയും ഉദാഹരണം നറുക്കെടുപ്പിലൂടെ കപ്പലിന്റെ മുകൾ തട്ടിലും താഴെ തട്ടിലുമായി യാത്ര ചെയ്യേണ്ടി വന്ന ജനങ്ങളെ പോലെയാണ്. എന്നിട്ടോ
വകാനല്ലദീന ഫീ അസ്ഫലിഹാ ഇദസ്തഖൗ മിനൽ മാഇ മർറു അലാ മൻ ഫൗഖഹു. താഴെയുള്ള ആളുകൾക്ക്, താഴെ തട്ടിലുള്ള ആളുകൾക്ക് അവരുടെ അടുത്ത് തന്നെ വെള്ളമുണ്ട്, അതിന്റെ അടിയിൽ വെള്ളമാണല്ലോ. പക്ഷേ അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുമ്പോൾ അതെടുക്കാൻ വേണ്ടി മുകളിലുള്ളവരുടെ ഇടയിലൂടെ നടക്കണം, മുകളിലേക്ക് വരണം, അവിടുന്ന് എടുക്കാൻ കഴിയൂ. വകാനല്ലദീന ഫീ അസ്ഫലിഹാ ഇദസ്തഖൗ മിനൽ മാഇ മർറു അലാ മൻ ഫൗഖഹും. താഴെയുള്ളവർക്ക് വെള്ളം ആവശ്യമായി വരുമ്പോൾ അതെടുക്കാൻ മുകളിലുള്ളവരുടെ ഇടയിലൂടെ നടക്കേണ്ടി വരും. അപ്പോ ഇതൊരു പ്രയാസാണല്ലോ. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി അവര് ഒരു ഉപായം കണ്ടെത്തി. ഫഖാലു, അവര് പറഞ്ഞു, ലൗ അന്നാ ഖറഖനാ ഫീ നസീബിനാ ഖർഖൻ വലം നുഅ്ദി മൻ ഫൗഖനാ. നമ്മൾക്കുള്ളതായ നമ്മുടെ ഈ ഭാഗം, നമ്മുടെ തൊട്ടടുത്ത് തന്നെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ഇതിൽ, അതായത് ഒന്നാമത്തെ തട്ടിൽ ഒരു ദ്വാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലം നുഅ്ദി മൻ ഫൗഖന, നമ്മുടെ മുകളിലുള്ളവരെ നമ്മൾ പ്രയാസപ്പെടുത്തേണ്ടതില്ലല്ലോ, അവർക്ക് ഒരു പ്രയാസവുമില്ലല്ലോ, അവരെ ശല്യപ്പെടുത്തേണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് തന്നെ വെള്ളം എടുക്കാമല്ലോ, ഒരു ഓട്ടം ഉണ്ടാക്കിയാൽ പോരെ. അപ്പം ഫൈൻ തറക്കൂഹും വമാ അറാദു ഹലക്കൂ ജമീഅൻ. അപ്പൊ അവരൊരു വിഡ്ഢിത്തമാണല്ലോ ഈ ചെയ്യുന്നത്, അവരൊരു വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. അപ്പൊ മുകളിലുള്ളവർ എന്ത് തീരുമാനിച്ചു? താഴെയുള്ളവർ പ്രവർത്തിക്കുന്നത്, ഓരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഹലക്കൂ ജമീഅൻ. വൈൻ തറക്കൂഹും, ഈ താഴെ തട്ടിലുള്ളവരെ ഉപേക്ഷിച്ചു. വമാ അറാദു, ഓര് ഉദ്ദേശിച്ചതിന്, ഓരെന്താണോ ഉദ്ദേശിച്ചത് അതവര് ചെയ്യട്ടെ എന്ന് മുകളിലുള്ളവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹലക്കൂ ജമീഅൻ, എല്ലാവരും ഒന്ന് നശിച്ചു. കാരണം താഴെ കൂടി വെള്ളം കയറി താഴെ തട്ടും മുകളിലെ തട്ടും എല്ലാം നശിച്ചു പോകും. ഇനി വഇൻ അഖദു അലാ ഐദീഹിം, അവരെ ആ വിഡ്ഢിത്തത്തിൽ നിന്ന്, അതായത് മുകളിലെ തട്ടിലുള്ളവർ താഴെ തട്ടിലുള്ളവരെ ആ വിഡ്ഢിത്തത്തിൽ നിന്ന് തടഞ്ഞാലോ നജൗ വ നജൗ ജമീഅ, എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും. അപ്പോ ഒരാള് താഴെ തട്ടിലുള്ളവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ചെയ്യരുത്, അത് ചെയ്താൽ നമുക്ക് മുഴുവൻ നാശമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ എല്ലാവരും രക്ഷപ്പെട്ടു. ഇനിയല്ല, അവര് നമ്മളെ പ്രയാസപ്പെടുത്താതെ അവരവിടുന്ന് വെള്ളം എടുക്കുകയല്ലേ, അവരെടുത്തോട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സർവനാശമായിരിക്കും. അപ്പൊ ഇതെന്തിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കുന്നവന്റെയും അത് ലംഘിക്കുന്നവന്റെയും ഉദാഹരണമാണ്. അപ്പൊ ലംഘിക്കുന്നവർ അവരുടെ വഴിക്ക് പോകട്ടെ എന്ന് ചിന്തിച്ചാൽ അനുസരിക്കുന്നവർക്കും കൂടി നഷ്ടമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അംഗീകരിക്കുകയും മറ്റുള്ളവരോട് അത് കൽപ്പിക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.